ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ വെർഗോന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ എനർജി നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കുറേ ആക്റ്റീവാണ്, അവിടെ എന്നെ ഫോളോ ചെയ്യുക. എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഹാൻഡിൽ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ വേറെ തരത്തിലാണ് വീഡിയോസ് ഇടാറ്, അപ്പോൾ അതിവിടെ ഷെയർ ആവാറില്ല. അവിടെ നിങ്ങൾ എന്നെ ഫോളോ ചെയ്താൽ വേറെ തരത്തിൽ വീഡിയോസ് കിട്ടും, എക്സ്ട്രാ മെസ്സേജസ് കിട്ടും. അതല്ലാണ്ട് നിങ്ങൾക്ക് എന്നെ അവിടെ മെസ്സേജ് ചെയ്യാം പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ. എൻ്റെ ചാനൽ മെമ്പർഷിപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് ചാനലിൻ്റെ മെമ്പർ ആവുക. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാൻ വേഗോ. നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, ഔട്ട്കം, അതൊക്കെ നമ്മൾ ഈ റീഡിങ്ങിൽ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ വീഡിയോയിൽ എന്താണ് മെസ്സേജസ് പറയണമെന്ന് നമ്മൾക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ വേഗോ നിങ്ങളുടെ എന്താണ് ഓവറോൾ എനർജി എന്ന് നമ്മൾക്ക് നോക്കാം. വെർഗോന് വേണ്ടിയിട്ട് ഓവറോൾ എനർജി, വെർഗോയുടെ ഓവറോൾ എനർജി ഏസ് ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി 9 ഓഫ് സോഡ്സ്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് മ്യൂച്വൽ കറൻറ്റ് സിറ്റുവേഷൻ എന്താ? 9 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് വേൾഡ്. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 5 ഓഫ് സോഡ്സ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് 10 ഓഫ് പെൻറ്റക്കിൾസ്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിൽ 7 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ, ഭാവിയിൽ നിങ്ങൾ എടുക്കാൻ പോണ ആക്ഷൻ, പേജ് ഓഫ് വാൻഡ്സ് ആണ്. ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ എംപറർ. നിങ്ങൾ രണ്ടാളുടെയും ഔട്ട്കം, ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം ഈ കാർഡ്. അപ്പോൾ വെർഗോ ഇവിടെ ഞാൻ കാണുന്നത് ഏസ് ഓഫ് വാൻഡ്സ്. ഇതൊരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്, പാഷൻ്റെ എനർജിയാണ്, ആക്ഷൻ എടുക്കണ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകണു, നിങ്ങൾ ആക്ഷൻ എടുക്കാൻ റെഡിയാണ്. കുറേ പാഷൻ ഉണ്ട് നിങ്ങൾക്ക് ഒരു പേഴ്സണിന് വേണ്ടിയിട്ട്. ഒരു പേഴ്സണിന് വേണ്ടിയിട്ടല്ല വെച്ചാൽ ജനറലി ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഇപ്പോൾ സീരിയസ് ആവണം എന്ന് പറഞ്ഞ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ ആക്റ്റീവ്ലി ആക്ഷൻ എടുക്കും. അങ്ങനത്തെ ഒരു എനർജിയിലാണ് നിങ്ങൾ. അപ്പോൾ നൈറ്റ് ഓഫ് സോഡ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കണു, അതല്ല വെച്ചാൽ ഒരു പേഴ്സണെ മെസ്സേജ് ചെയ്യണു. ഇവിടെ ഹാങ്ഡ് വൺ ഉണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ കുറച്ചൊരു സ്റ്റാഗ്നേഷൻ ഉണ്ടായിരുന്നു ഇതിൻ്റെ മുമ്പേ. ഓക്കെ, എന്തോ ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു, നിങ്ങൾ രണ്ടാളുടെ തമ്മിലൊരു സെപ്പറേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ മാസം ആ സെപ്പറേഷൻ തീരാൻ പോകുന്നുണ്ട്. എന്തോ ഇവിടെ നിങ്ങൾ ആക്ഷൻ എടുക്കാൻ റെഡിയാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ വരാൻ പോകുന്നുണ്ട്. അതല്ല വെച്ചാൽ നിങ്ങൾ ആ പേഴ്സണെ മെസ്സേജ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഒരു സ്റ്റാഗ്നൻറ്റ് എനർജിയിൽ നിന്ന് പുറത്ത് വരുന്ന എനർജി ഞാൻ കാണുന്നു. ഈ പേഴ്സൻ്റെ എനർജിയിൽ 9 ഓഫ് സോഡ്സ് ആണ്. ഇവർ കുറേ സ്ട്രെസ്ഡ് ആണ്, അവർക്ക് പേടിയുണ്ട്, ആങ്സൈറ്റി ഉണ്ട്, ഡിപ്രഷൻ ഉണ്ട്, രാത്രി ശരിക്കും ഉറക്കമില്ല. പേജ് ഓഫ് പെൻറ്റക്കിൾസ്, അവർക്ക് പേടി എന്താ വെച്ചാൽ നിങ്ങൾ മെസ്സേജ് ചെയ്യോ ഇല്ലേ എന്ന്. അവർ വെയിറ്റാണ് ചെയ്യണത്. അവർക്ക് നിങ്ങളെ മെസ്സേജ് ചെയ്യണം എന്നുണ്ട്, പക്ഷേ ഈ പേഴ്സൺ കുറേ അവർക്ക് അറിയില്ല നിങ്ങളുടെ എന്തായിരിക്കും റിയാക്ഷൻ. അതുകൊണ്ട് കുറേ ഇങ്ങനെ പ്ലാനിങ് ചെയ്തുകൊണ്ടിരുന്നു, പക്ഷേ മെസ്സേജ് അയച്ചിട്ടില്ല. ഒരേൽസ് മെസ്സേജ് അയക്കും, പക്ഷേ അവർ കുറേ ഒരു ഓവർ തിങ്കിങ് ടൈപ്പ് ഓഫ് പേഴ്സണാണ്. ഓക്കെ, അപ്പോൾ എല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കുറച്ചൊരു സമയമെടുക്കും ഈ പേഴ്സണിന്. 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ് നിങ്ങൾ രണ്ടാളുടെയും മ്യൂച്വൽ സിറ്റുവേഷൻ. അപ്പോൾ ഈ സമയത്ത് എനിക്ക് ഇവിടെ എനർജി കിട്ടുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ രണ്ടാളും സിംഗിളാണ്. ഓക്കെ, ഇവിടെ മേ ബി സെപ്പറേഷൻ്റെ കാരണമായിരിക്കാം, പക്ഷേ എന്തായാലും ഇവിടെ ഒരു ഇൻഡിപെൻഡൻറ്റ് എനർജിയാണ് ഞാൻ കാണുന്നത്. 7 ഓഫ് വാൻഡ്സ് ഉണ്ട് ഇവിടെ, 5 ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ റിലേഷൻഷിപ്പിലും മുമ്പേയും
ഒരു റിജക്ഷൻ ഉണ്ടായിട്ടുണ്ട്, ഒരു സെപ്പറേഷൻ ഉണ്ട്, ഈ റിലേഷൻഷിപ്പിൽ കുറേ ബ്ലോക്ക്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം നിങ്ങൾ രണ്ടാളും കുറച്ച് സമയം വരെ ഒരു നോ കോണ്ടാക്റ്റിലായിരുന്നു. അതല്ല ഒരു ഡിസപ്പോയിൻറ്റിങ് എനർജി ഞാനിവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം നിങ്ങൾ രണ്ടാളും ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോയില്ല. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് വേൾഡാണ്. അപ്പോൾ ഇവിടെ എന്തോ ഒരു സൈക്കിൾ തീർന്നിട്ട് ഇപ്പോൾ നിങ്ങളൊരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകണു, ഒരു പുതിയ സ്റ്റാർട്ട് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഒരു റിലേഷൻഷിപ്പ് ഇവിടെ എൻഡായിട്ടുണ്ട് വെച്ചാൽ നിങ്ങൾ ഒരു പുതിയ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് റെഡിയാണ്, തയ്യാറാണ്. ഈ റിലേഷൻഷിപ്പിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണ്, ആക്ഷൻ എടുക്കാൻ തയ്യാറാണ്, ഈ പേഴ്സണെ കോൺടാക്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ചാരിയറ്റ്, നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ സക്സസ് വേണം. ഇവിടെ ട്രാവൽഡ് എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടാളും കുറച്ച് ഒരു ഡിസ്റ്റൻസിലാണ് താമസിക്കണമെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ അവരുടെ അടുത്ത് പോയി ട്രാവൽ ചെയ്യണ എനർജി ഞാൻ കാണുന്നുണ്ട്. അതല്ല വെച്ചാൽ അവർ നിങ്ങളുടെ അടുത്ത് വരുമായിരിക്കും. പക്ഷേ ഇവിടെ മൂന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഹിഡൻ ഫീലിങ്സൊക്കെ തുറന്ന് സംസാരിക്കാനാണ് നിങ്ങളുടെ മനസ്സിലുള്ള ഇൻറ്റൻഷൻ. പറഞ്ഞാൽ നിങ്ങൾക്ക് അതാണ് വേണ്ടത്. നിങ്ങളുടെ ഉള്ളിലത്തെ ഫീലിങ്സൊക്കെ ഈ പേഴ്സണോട് തുറന്ന് പറയാം. ഓക്കെ, അത് ഞാനിവിടെ കാണുന്നുണ്ട്. മൂൺ ക്യാൻസർ എനർജി, ഇവിടെ കുറേ ക്യാൻസർ ഉണ്ട്. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 5 of Swords ആണ്. അപ്പോൾ ഇവിടെ കുറച്ചൊരു നെഗറ്റീവ് എനർജിയാണ് ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന്. എന്താണ് ഈ 5 of Swords? ഡെത്ത്. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ പേഴ്സൻ്റെ ബിഹേവിയറുടെ കാരണമായിരുന്നു ഈ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പ് ഉണ്ടായേ. ഈ പേഴ്സൻ്റെ അല്ലച്ചാൽ ഇവരുടെ ഫാമിലി ഫ്രണ്ട്സിൽ ഇവരുടെ സൈഡിൽ നിന്ന് ആരോ ഇവിടെ എന്തോ ഒരു കളി കളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം ഇവിടെ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്. കുറേ നെഗറ്റീവ് എനർജീസ് ഉണ്ടായിരുന്നു ഈ റിലേഷൻഷിപ്പിൽ. അതിൻ്റെ കാരണം നിങ്ങൾ വാക്ക് അവേ ചെയ്തു. നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് പറഞ്ഞൊരു ബ്രേക്ക് എടുത്തു. അതിൻ്റെ ഈ പേഴ്സണ് കുറേ റിഗ്രറ്റ് ഉണ്ട്. അവർക്ക് ആ പാസ്റ്റിൻ്റെ കാര്യം അവർ ഓർത്തിട്ട് അവർക്ക് കുറേ പറഞ്ഞാൽ അവർക്ക് ഗിൽട്ട് ഉണ്ട്. അതങ്ങനെ ഞാൻ ചെയ്തുല്ലോ, അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ട് അവരുടെ മനസ്സിൽ. അവരുടെ കാരണമാണ് ഇതുണ്ടായെന്ന് ആ ഒരു ഗിൽട്ട് ഉണ്ട് അവരുടെ മനസ്സിൽ. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ 10 of Pentacles ആണ്. നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ മനസ്സിൽ മാരേജാണ് ഞാൻ കാണുന്നത്. ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ്, ഫാമിലീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങളുടെ ഇൻറ്റൻഷനിൽ. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ കുറച്ച് സീരിയസ് ആണ്. 3 of Cups, നിങ്ങൾക്ക് ഇവിടെ ഒരു റീകൺസിലിയേഷൻ വേണം, സെലിബ്രേഷൻ വേണം, മാരേജ് വേണം. പക്ഷേ 4 of Cups ഉണ്ടാവുമ്പോൾ അതൊരു ബോർഡായ പേഴ്സൻ്റെ എനർജിയാണ് കാണുന്നത്. 3 of Cups സെലിബ്രേഷൻ ആണ്, പക്ഷേ 4 of Cups അതിൻ്റെ തൊട്ട് അപ്പുറമാണ്. പറഞ്ഞാൽ ഒരു ബോർഡ്, ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പേഴ്സൻ്റെ എനർജി. അപ്പോൾ എന്താണ് ഇവിടെ ഇൻറ്റൻഷൻ? 4ഉം 3 of Cups എന്താണ് ഇവിടെ കാണുന്നത്? കിങ് ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പം നിങ്ങളുടെ ഫോക്കസ് ആക്ച്വലി നിങ്ങളുടെ കരിയർ ആയിരിക്കാം. മേ ബി നിങ്ങൾക്ക് കല്യാണം വേണം, പക്ഷേ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് അങ്ങനത്തെ പ്ലാൻസ് ഉണ്ടാവില്ല. അതല്ലച്ചാൽ ഇവിടെ വേറെ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. അതാണ് ഇവിടെ ഞാൻ കാണുന്നത്. ആ പേഴ്സണിൽ നിങ്ങൾക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, പക്ഷേ ഇവിടെ ഒരു തേർഡ് പാർട്ടി വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഒരു പുതിയ പേഴ്സൺ വരാൻ പോകുന്നുണ്ട്. ഈ പേഴ്സൻ്റെ എനർജിയിൽ ഇൻറ്റൻഷനിൽ 7 of Pentacles ആണ്. അവർ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അവർ വെയിറ്റ് ചെയ്തുകൊണ്ട് തന്നെ എന്നുവെച്ചാൽ അവർക്ക് മുമ്പേയും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു, പക്ഷെ അവർ അത് ചെയ്തില്ല. കുറച്ചൊരു വെയിറ്റിംഗ് എനർജി കഴിഞ്ഞിട്ട് അവർ ആക്ഷൻ എടുക്കാൻ പോകുന്നുണ്ട്. പക്ഷേ അവർക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾ ആക്ഷൻ എടുക്കണ്ടോ എന്ന് അതിന് വേണ്ടിയിട്ടാണ് അവർ വെയിറ്റ് ചെയ്യണത്. നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു ഹിൻറ്റ് വന്നാൽ അവർ അവരുടെ കാര്യം തുറന്ന് പറയാൻ റെഡിയാണ്. ഓക്കെ, അപ്പോൾ അതാണ് അവരുടെ ഇൻറ്റൻഷൻ. എല്ലാം ശരിയാവും എന്ന് അവർ ഹോപ്പ് ചെയ്യണു. അപ്പോൾ നിങ്ങളുടെ ആക്ഷൻ ഈ പേഴ്സൻ്റെ അടുത്ത് നിങ്ങൾ ഒരു മെസ്സേജ് അയക്കാൻ പോകുന്നുണ്ട്, കോൺടാക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്, കോൾ ചെയ്യാൻ പോകുന്നുണ്ട്. ഈ പേഴ്സൻ്റെ ആക്ഷൻ എംപ്രറാണ്. അവർ കുറച്ചുകൂടിയും ഒരു റിസർവ്ഡ് എനർജിയിലാണ് എംപ്രർ. ഈ പേജ് ഓഫ് ഓൺസ് നിങ്ങളുടെ
എനർജിയിൽ എന്താണ്, പേജ് ഓഫ് ഫോൺസ് ഒരു റിസ്ക് ടേക്കിംഗ് എനർജിയുമാണ്. അപ്പോൾ നിങ്ങൾ ആ റിസ്ക് എടുത്ത് ഈ പേഴ്സണെ മെസ്സേജ് ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് അറിയില്ല ഇവരെന്താ എങ്ങനെ റിയാക്ട് ചെയ്യാന്ന്, പക്ഷേ നിങ്ങൾ അത് ഒരു റിസ്ക് എടുക്കണോ ഈ പേഴ്സൻ്റെ. ആദ്യം നിങ്ങളുടെ എനർജിയിൽ ഒരു 8 ഓഫ് പെൻറ്റിക്കിൾസും 4 ഓഫ് പെൻറ്റിക്കിൾസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു സ്റ്റെപ്പ് മുമ്പോട്ടെടുത്ത് പിന്നെ ഒരു സ്റ്റെപ്പ് പിമ്പാത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ എനിക്ക് ഒരു കൺഫ്യൂസിങ് ആയി എനർജി എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സ് കുറേ ഇങ്ങനെ ഒരു സ്റ്റേബിൾ അല്ല. ഇവിടെ 8 ഓഫ് പെൻറ്റിക്കിൾസ് കഴിഞ്ഞിട്ട് ഒരു 4 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഇത് ഒരു സ്റ്റെപ്പ് ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ അവരെ മെസ്സേജ് ചെയ്യും പിന്നെ വിഡ്രോ ചെയ്യും, അങ്ങനത്തെ എനർജിയാണ് ഈ പേഴ്സൻ്റെ എനർജി. എംപറർ. അപ്പോൾ എംപറർ ഇവിടെ ഡിസിപ്ലിൻ, സ്ട്രക്ചർ, ഒരു ഇമോഷൻസ് അവർ അത്ര കാണിക്കില്ല. അവർ കുറച്ചൊരു റിസർവ് ടൈപ്പാണ്. പക്ഷെ അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ലവ് ഉണ്ട്. അപ്പോൾ അവരും അവരുടെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോകാനുള്ള പ്ലാനാണ് അവരുടെയും. എന്നുവെച്ചാൽ ഇതുവരെ അവരുടെ ഫീലിങ്സ് ഒന്നും തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. അതല്ല വെച്ചാൽ ഇതിൻ്റെ മുമ്പേ എന്താ പ്രോബ്ലം ഉണ്ടായെച്ചാൽ അതിനെ അവർ ഡിസ്കസ് ചെയ്തില്ല, കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തില്ല. അപ്പോൾ ഇപ്പോൾ അവർ അത് ഓപ്പണായി സംസാരിക്കാൻ വേണ്ടിയിട്ട് റെഡിയാണ് ഈ മാസം. ഓക്കെ, അത് അവർ മെസ്സേജ് ചെയ്യും, കോൾ ചെയ്യാൻ നോക്കും. നിങ്ങൾ സംസാരിക്കുമ്പോൾ അവർ തുറന്ന് കാര്യങ്ങളൊക്കെ പറയാൻ റെഡിയാവും. ഡെവിലാണ് ഔട്ട്കം. അപ്പോൾ ഡെവിൽ ഒരു ടോക്സിക് എനർജിയാണ്, കാപ്രിക്കോൺ എനർജിയാണ്. ഈ ഡെവിൽ എന്താണ് ഔട്ട്കം ആയിട്ട്? നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്, കിങ് ഓഫ് കപ്സ്, 4 സോഡ്സ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഒരു ഇഷ്യൂ ഇതുവരെ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് അത് സോൾവ് ആയിട്ടില്ല. പക്ഷേ ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ഡെവിൽ ഒരു ടോക്സിക് എനർജിയാണ്. ഈ ടോക്സിക് എനർജി എന്താ വെച്ചാൽ നിങ്ങൾക്ക് പാസ്റ്റിൻ്റെ ഇഷ്യൂസ് ക്ലിയർ ചെയ്തിട്ട് വേണം മുമ്പോട്ട് പോവുക. അതല്ല വെച്ചാൽ ഇവിടെ കാര്യങ്ങൾ ആദ്യം ഒരു സ്റ്റക്കപ്പ് ആവും, പറഞ്ഞ ഒരു ബ്ലോക്ക് വരും. അപ്പോൾ ആ ഡിസിഷൻ നിങ്ങളുടെയാണ്. എന്നുവെച്ചാൽ കിങ് ഓഫ് കപ്സ് ഒരു ഇമോഷണൽ എനർജിയാണ്. നിങ്ങൾ എത്രയും ഇമോഷണലി ഓപ്പൺ അപ്പ് ആവണോ അത്രയും ഈ റിലേഷൻഷിപ്പിൽ ഹീലിംഗ് ഉണ്ടാവും. നിങ്ങളൊന്നും സംസാരിക്കാണ്ട്, ഒന്നും പാസ്റ്റിൻ്റെ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാണ്ട് മുമ്പോട്ട് പോയാൽ ഈ സിറ്റുവേഷൻ വർക്കൗട്ട് ചെയ്യില്ല. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി പാസ്റ്റിൽ എന്തോ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ട്. അതല്ല വെച്ചാൽ എന്തോ ഒരു വഴക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണമാണ് നിങ്ങൾ സെപ്പറേറ്റ് ആയേ. ഇപ്പോൾ അത് ഡിസ്കസ് ചെയ്യാണ്ട് നിങ്ങൾക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ ചെയ്താൽ ഇത് വർക്കൗട്ട് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ആ ഡിസിഷൻ നിങ്ങളുടെയാണ്. നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ഔട്ട് ചെയ്യണമെന്ന് ആ ഡിസിഷൻ നിങ്ങളുടെയാണ്. അപ്പോൾ എന്താണ് ഇവിടെ മെസ്സേജസ് നിങ്ങളുടെയും ഈ പേഴ്സൻ്റെ? ഐ റിഗ്രറ്റ് ലൈങ് ടു യു. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഉണ്ടായിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. ഈ പേഴ്സൺ മേ ബി എന്തോ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, നോണ പറഞ്ഞിട്ടുണ്ടാവും. സംടൈംസ് ഐ സ്റ്റേ awake thinking about you. We need to let each other go. അപ്പോൾ നിങ്ങൾ രണ്ടാളും ഒരു സെപ്പറേഷനിലാണ്. ഐ വോണ്ട് ടു ഫീൽ ദാറ്റ് വേ അഗൈൻ. അപ്പോൾ ഇവിടെ സെപ്പറേഷൻ, റീകൺസിലിയേഷൻ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് ലിയോ, ടോറസ് ഉണ്ട്, പൈസീസ് ഉണ്ട്, സ്കോർപ്പിയോ, കാപ്രിക്കോൺ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്, ക്യാൻസർ ഉണ്ട്. ഇതൊക്കെയാണ് സൈൻസ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ റീഡിങ് ഇതാണ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.